ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1120 ദിവസമായ ഇന്ന് 2024 ജൂൺ മാസം 8 തീയതി ശനിയാഴ്ച. 1199 ആണ്ട് ഇടവമാസം 25 തീയതി. ഗുരുവചനങ്ങളിലൂടെ തീർത്ഥയാത്രയുടെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ തീർത്ഥയാത്രയെ മലിനപ്പെടുത്തരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തീർത്ഥയാത്രയുടെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ സന്ദർഭത്തിൽ ഗുരുദേവൻ പറഞ്ഞതാണിത്. തീർത്ഥയാത്ര അശുദ്ധികളിൽ നിന്നും ശുദ്ധിയുടെ സങ്കേതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഏതൊരു തീർത്ഥ സങ്കേതത്തിലേക്കാണോ പോകുന്നത്, ആ സങ്കേതത്തിൻ്റെ മഹത്വവും സ്മരണയും നിറഞ്ഞു നിൽക്കണം. ബാഹ്യജീവിതത്തിൻ്റെ അശാന്തിയിൽപ്പെട്ടുഴലുന്ന മനുഷ്യന് ശാന്തിയുടെ ഒരു തുരുത്തിലേക്കുള്ള പ്രയാണമാണ് ഈ തീർത്ഥയാത്ര. എവിടെയോ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു വിശുദ്ധ സംഗമത്തിൽ സ്വയം സമർപ്പിക്കപ്പെടുന്ന ഈ യാത്ര മറ്റെല്ലാ യാത്രകളിൽ നിന്നും വിശിഷ്ടമായതാണ്. ഒരു സമ്മേളന സ്ഥലത്തേക്കോ വിവാഹ സ്ഥലത്തേക്കോ വിനോദ സ്ഥലത്തേക്കോ പോകുന്ന യാത്രകൾ പോലെ ആവരുത് തീർത്ഥയാത്രകൾ. ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒച്ചപ്പാടുകളോ ഉണ്ടായാൽ തീർത്ഥയാത്രയുടെ പാവനത നഷ്ടപ്പെടും. അത്തരം യാത്രകൾ കൊണ്ട് ദേഹമനശുദ്ധികൾ ഇല്ലാതാവും. ശാന്തചിത്തരായി തീരേണ്ട തീർത്ഥാടകർ അശാന്തചിത്തരായി തീരും. അങ്ങനെ അത് കേവലം ഒരു ബാഹ്യയാത്ര മാത്രമായി പരിണമിക്കും. അതുകൊണ്ട് പാഴ്ചെലവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകുന്നതല്ല. എന്തെന്നാൽ പുറമേ നടക്കുന്ന തീർത്ഥയാത്രയ്ക്ക് സമമായി തീർത്ഥാടകനിൽ അകമേയും ഒരു തീർത്ഥയാത്ര നടക്കുമ്പോഴാണ് ഒരു ശരിയായ തീർത്ഥയാത്ര ഉണ്ടാകുന്നത്. അത്തരം തീർത്ഥയാത്രകൾ ജീവിതത്തെ നവീകരിക്കുവാനും പുനരാവിഷ്കരിക്കുവാനുമുള്ള ആന്തരിക ശക്തിയും പ്രചോദനവും നൽകും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.